എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷ് പുതിയൊരു മൂവി റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത DS ഇറ, പ്രണവ് മോഹൻലാൽ നായകനായിട്ടുള്ള പടം. ഒരു രക്ഷയില്ല പടം. ആ ലെവൽ സാധനം. നമുക്ക് ചില പടങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നാറുണ്ട്, അയ്യോ ഇത് ഇമാതിരി ലെവലിലൊക്കെ ഇവർക്ക് എങ്ങനെ മേക്കിംഗ് ചെയ്യാൻ പറ്റുന്നത്. ഈ ലെവലിലൊക്കെ ഞാൻ ലോക കണ്ട സമയത്തൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നുണ്ട്. ഈ ലെവലിലൊക്കെ എങ്ങനെ ഇവർക്ക് ഇത് മേക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. ഇത്രയും കുറഞ്ഞ ബഡ്ജറ്റിലാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുന്നത് ആലോചിക്കുമ്പോൾ ഒരു രക്ഷയും തോന്നുന്നില്ല. കാരണം മറ്റു ഭാഷകളിൽ കോടികൾക്ക് ഒരു വിലയില്ല. നായകന്മാർക്ക് കൊടുക്കുന്ന കോടി ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ 10 പടങ്ങൾ ചെയ്യാം, 100 പടങ്ങൾ ചെയ്യാൻ പറ്റുന്ന ലെവലുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഇതൊക്കെ നമുക്ക് കാണുമ്പോഴുണ്ടല്ലോ അങ്ങനെ തോന്നുക. കാരണം വെച്ചാൽ അങ്ങനത്തെ ലെവലിൽ കുറഞ്ഞ ബഡ്ജറ്റിൽ ഹൈ ലെവൽ പടം. ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് നല്ല പറഞ്ഞത് ഒരു എന്താ പറയുക, വേൾഡ് വൈഡ് അത്രയും ലെവലിലേക്കുള്ള ഒരു പടമാണ്, ഹൊറർ പടമാണ്. അതിലെ മേക്കിങ്, അതിലെ ഓരോരോ പരിപാടികളൊക്കെ ഉണ്ടല്ലോ, വേറെ രക്ഷയില്ല. നമുക്ക് സിനിമേനെ കുറിച്ച് ഓവറായിട്ട് കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആ ഒരു സിനിമേനെ കുറിച്ചൊരു സംസാരിക്കാൻ തോന്നും. കാരണം അങ്ങനത്തെ ഒരു ലെവലിലാണ് പടം. സംഭവം ഹൊറർ പടമാണ്. അത് കാണാൻ താല്പര്യമുള്ളവർ മാത്രം അങ്ങോട്ട് പോയാൽ മതി. ഈ ഒന്നത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നും കിട്ടുക, ഈ തിയേറ്ററിൽ ഇരുന്നിട്ട് നമ്മൾ പടം കാണുമ്പോൾ അനാവശ്യമായിട്ട് ഈ കൂകല് കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ഒരു പടം ഇരുന്ന് കാണുകയാണെന്ന് വെച്ചെങ്കിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ കോമഡി പടം കാണുമ്പോൾ ഇരുന്ന് ചിരിക്കണം. ഈ ആവശ്യമില്ലാതെ ഒരു പടത്തിന് നെഗറ്റീവ് അടിക്കുന്നത് തിയേറ്ററിനുള്ളിൽ ഇരുന്നിട്ടുള്ള ഈ കൂക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ്. അത് ഞാൻ ഉറപ്പായിട്ടും പറയും. കാരണം ഇത് നമുക്ക് ഭയങ്കരമായിട്ട് മോശപ്പെട്ടൊരു അനുഭവമായിരുന്നു. ഞാനത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. ഫോണിൽ ചാർജോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി അടുത്തൊരു തിയേറ്ററിൽ ഇതേപോലെ വീഡിയോസ് വരുമ്പോൾ ആവശ്യമില്ലാത്ത ഈ കൂക്കലും കാര്യങ്ങളൊക്കെ എന്തിനാണ്? നമ്മൾ പടം കാണാൻ പോകുന്നത് നമ്മളെല്ലാവരും ഒരേപോലെയുള്ള ആൾക്കാരാണ്. തിയേറ്ററിൽ ഇരുന്ന് കൂക്കാനാണെന്ന് വെച്ചെങ്കിൽ അത് റൂമിൻ്റെ ഉള്ളിൽ ഇരുന്ന് കൂക്കിയാൽ പോരെ. നല്ല സീനുകളൊക്കെ വരുമ്പോൾ കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം, അതൊക്കെ വേണ്ടതാണ്. ഇതുമാതിരി പരിപാടികളൊന്നും ചെയ്യരുത്. കാരണം മറ്റുള്ളവരും കൂടിയും നിങ്ങളെപ്പോലെ അതേപോലെ തിയേറ്ററിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ്. അതും കൂടി മനസ്സിലാക്കുക. പടം കാണാൻ വേണ്ടി വരുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഇരുന്നിട്ട് നമ്മൾ ചിരിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ ചിരിക്കുക, കരയേണ്ട കാര്യങ്ങൾ വരുമ്പോൾ കരയണമെന്നൊന്നും പറയില്ല. ഓരോരുത്തർ ഇഷ്ടങ്ങളാണ്. ചിലപ്പോൾ നല്ല പേര് വരുമ്പോൾ ചിലപ്പോൾ ചിലർ കരഞ്ഞെന്നൊക്കെ വരും, അതൊക്കെ ഓരോ. പക്ഷേ ഈ ഒരു പടം ഉണ്ടല്ലോ, അത്യാവശ്യം നല്ലോണം മെനക്കെട്ടിട്ട് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല, മുന്നത്തെ വീഡിയോയിൽ ഞാൻ പ്രണവിനെ കൊണ്ട് നന്നായി പണിയെടുപ്പിച്ചിട്ടുണ്ട്. ആ നന്നായി പണിയെടുപ്പിച്ച കാര്യം എൻ്റെ ട്രെയിലറിൽ ഞാൻ പറഞ്ഞതാണ്. ആ പണിയെടുപ്പിച്ച കാര്യം പക്കയായിട്ട് ഇതിൽ മൂപ്പരാൾ കാട്ടിക്കൂട്ടുന്നുണ്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പടം എന്തായാലും പോയി കാണുക, കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക. എന്തായാലും നമ്മളെ യൂട്യൂബ് ചാനലിൽ വൈകിട്ട് റിവ്യൂ പറഞ്ഞതിൽ ഞാൻ അതിന് കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട്, അത് അടുത്തൊരു ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാവുക. ഓക്കേ.